നേരിട്ട് സീബ്രയിൽ നിന്ന് നേരിട്ട് ഫുട്പാത്തിലേക്ക് കയറാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് സ്ത്രീകളെയും പിടിച്ചിട്ട് കുട്ടികളെയും കൈ പിടിച്ചിട്ട് റോഡിൽ കൂടെ നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇരിട്ടി കാരുണ്യ ആശുപത്രിയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും സീബ്ര ലൈൻ വഴി റോഡ് മുറിച്ചു കടന്നെത്തുന്നവർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ്. റോഡ് മുറിച്ചു കടന്നെത്തുന്നവർക്ക് ഫുട്പാത്തിലേക്ക് നേരിട്ട് കയറുവാനുള്ള പ്രവേശന മാർഗം ഇവിടെയില്ല. ചെറുതും വലുതുമായ വാഹനങ്ങൾ അശ്രദ്ധമായി പാർക്ക് ചെയ്യുന്നത് മൂലം ജനങ്ങൾക്ക് നേരെ ഫുട്പാത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന റോഡിലൂടെ തന്നെ കുറച്ചു മുൻപോട്ട് നടന്നാൽ മാത്രമേ ഫുട്പാത്തിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ. ഈയൊരു സാഹചര്യം ഇപ്പോൾ ഈ സീബ്ര ലൈൻ ആശ്രയിക്കുന്നവർക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് തീർക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കാണുന്നതാണ് സീബ്ര ലൈനാണ് ഇത്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ അവിടെ ഓപ്പോസിറ്റ് വണ്ടിയുണ്ട്. ഒരു ഫാമിലി ഒരു 2-3 പിള്ളേരും കൂട്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഡയറക്റ്റ് കയറി പോകാൻ പറ്റില്ല. അവർ വീണ്ടും റോഡും മുലൂട്ടിയാണ് നടക്കുന്നത്. ഇത് നോക്കിയേ, കയറ്റി പോവാണെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ അതിലൂടെ പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത് റോഡുമ്പിലോട്ട് കയ്യും പിടിച്ച് കുട്ടികളെ കയ്യും പിടിച്ചിട്ട് പോകുന്നത്. അനധികൃത പാർക്കിംഗ് നിമിത്തം ഇരിട്ടിയിലെ പലയിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനു തടയിടാൻ ഇന്ന് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും നഗരസഭാ പ്രതിനിധികളും സംയുക്തമായി ഇരിട്ടിയിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയാണ് ഇന്ന് ഇരിട്ടിയിൽ നടന്നത്. പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണമെന്നും ഈയൊരു സ്ഥിതി കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നതാണെന്നും വ്യാപാരികൾ പ്രൈം വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴി സീബ്ര ലൈനാണ്. ഈ സീബ്ര ലൈനിൽ കൊച്ചുങ്ങളൊക്കെ പിടിച്ചിട്ട് സ്ത്രീകൾ ക്രോസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ മൊത്തം ബ്ലോക്ക്. അത് നേരിട്ട് സീബ്രയിൽ നിന്ന് നേരിട്ട് ഫുട്പാത്തിലേക്ക് കയറാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് സ്ത്രീകളെയും പിടിച്ചിട്ട് കുട്ടികളെയും കൈ പിടിച്ചിട്ട് റോഡിൽ കൂടെ നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ നിലവിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ സീബ്ര ലൈനിൽ നിന്ന് നേരെ ഫുട്പാത്തിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അവിടുത്തെ ആ വീട് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാനാണ് നമ്മൾ നമ്മുടെ പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം നമ്മൾ ആ ഷോപ്പിലിരുന്നുകൊണ്ട് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈം വിഷൻ ന്യൂസ് ഇരിട്ടി.